ഞാനിപ്പോഴാണല്ലോ ഈ കുട്ടിയെ പരിചയപ്പെട്ടത്. മോള് പോയി കുളിച്ച് വേഷം മാറി വാ. അപ്പോഴത്തേക്കും ചേച്ചി കാപ്പി എടുത്തു വെക്കും. ചേച്ചിയല്ല, അമ്മ. ഞാൻ വിളിമാറ്റിയ കാര്യം അച്ഛൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു അറിഞ്ഞു. പൂർണിമ പറഞ്ഞു. മോളെ മോളിച്ചില്ല. അവൾക്ക് ഈ കുട്ടിയെ ജീവന. വളരെ പെട്ടെന്ന് അവർ തമ്മിൽ ഒരുപാട് അടുത്തു തോന്നി. ആരാ വന്നത്? എസ് ഐ ശരവണ്ണ. അയാള് ഞങ്ങളെ തേടി വന്നതാ. ഞങ്ങളെ കണ്ട ആകെ കുഴപ്പ. കാണില്ല. പോരെ, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല, നിങ്ങൾ ധൈര്യമായിട്ട് അകത്ത് പോയിരിക്കേ. തിരുമേനി പറഞ്ഞില്ലേ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ നോക്കിക്കോളാം. എന്താ, എന്തു പറ്റി? ആരാ? ഞാൻ ശരവണൻ. അങ്ങ് വട്ടിയൂർക്കാവെന്ന് വരുവാ. അവിടെ എസ് ഐ. ഓ, ഇരിക്കണം സാർ. ഇരിക്കാൻ തന്നെയാ വന്നത്. അല്ലെങ്കിൽ ഇത്രയും ദൂരം മെനക്കെട്ട് വരത്തില്ലല്ലോ. ജയദേവൻ തിരുമേനി അല്ലേ? അതെ. ഞാൻ ഈ പരിസരത്തൊക്കെ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു. പോലീസുകാരനായി പോയില്ലേ, അന്വേഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. താനെന്താ നിന്ന് വിയർക്കുന്നത്? പണി ക്ഷേത്രം ശാന്തിയായി പോയില്ല സാറേ. ശ്രീകോവിലിൽ ദീപപ്രഭയുടെ ചൂട്, തിടപ്പള്ളിയിൽ നേതി ഉണ്ടാക്കുന്ന അടുപ്പിന്റെ ചൂട്, പ്രസാദം കൊടുക്കുമ്പോൾ ഭക്തന്റെ മനസ്സിന്റെ ചൂട്. ചുറ്റും ചൂടോടെ ചൂടല്ലേ, പിന്നെങ്ങനെ വേർക്കാതിരിക്കും? കൊള്ളാലോ, തിരുമേനി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അതും പണിയുടെ ഭാഗമായിരിക്കും അല്ലേ? അല്ല, സാറ് വന്ന കാര്യം പറഞ്ഞില്ല. ഈ ആദ്യം പൂജ എവിടെയുള്ളേ?